ഈ 10 യൂണിറ്റുകളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതും ഈ യൂണിറ്റ് 1 നിന്നാണ്. ഓക്കെ, ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഹരികൃഷ്ണൻ. അപ്പോൾ നമ്മളെ നെറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ എക്സാമിന് ഇനിയൊരു 5 ദിവസം കൂടെ ഉള്ളൂ അല്ലേ? നമ്മളുടെ ഈ മാസം 29-ാം തീയതിയാണ് നെറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള യൂണിറ്റ്സും ടോപ്പിക്സും ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് 10 യൂണിറ്റ്സ് 10 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓക്കെ, ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആയിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം 14 തൊട്ട് 18 ക്വസ്റ്റ്യൻ വരെ, മാക്സിമം ആണ് 14 തൊട്ട് 18 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതായത് ഇവരുടെയൊക്കെ തിയറീസ് ചോദിക്കാം, മാനേജറിയൽ റോൾസ്, ഡിസിഷൻ മേക്കിംഗ് മോഡൽസ്, മോട്ടിവേഷൻ തിയറീസും ലീഡർഷിപ്പ് തിയറീസും. ഇത് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. മോട്ടിവേഷണൽ തിയറീസും ലീഡർഷിപ്പ് തിയറീസും. ഓക്കെ, ഇതിൽ നിന്ന് മാത്രം നിങ്ങൾക്കൊരു 7-8 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. മോട്ടിവേഷൻ തിയറീസ്, ലീഡർഷിപ്പ് തിയറീസ്. അടുത്തത് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ചേഞ്ച്. അതിൽ നിന്നും ചോദിക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 14 to 18 മാർക്സ്, 14 തൊട്ട് 18 മാർക്സ് അല്ല, 14 തൊട്ട് 18 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ ഒരു യൂണിറ്റ് 1 നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഈ 10 യൂണിറ്റുകളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതും ഈ യൂണിറ്റ് 1 നിന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. പ്രത്യേകിച്ച് മോട്ടിവേഷണൽ തിയറീസ്, ലീഡർഷിപ്പ് തിയറീസ്, അതേപോലെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും. ഓക്കെ, ഇനി അടുത്തത് നോക്കുന്നത് നമ്മളുടെ യൂണിറ്റ് 2 HRM. യൂണിറ്റ് 1 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് യൂണിറ്റ് 2 നിന്നാണ് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. യൂണിറ്റ് 1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് യൂണിറ്റ് 2 നിന്നാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള യൂണിറ്റിൽ നിന്നാണ്. ഓക്കെ, ഇതിനകത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, HRD ആൻഡ് കോമ്പറ്റൻസി മാപ്പിംഗ്. ഈ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മിക്കപ്പോഴും, അതായത് ഒരു 90% നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിർബന്ധമായിട്ടും നിങ്ങളത് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. വരാൻ സാധ്യതയുള്ള ആ ഒരു ഓർഡറിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിനുശേഷം പെർഫോമൻസ് അപ്രൈസൽ, പിന്നെ കോമ്പൻസേഷൻ മാപ്പിംഗ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, പിന്നെ HRD ആൻഡ് കോമ്പറ്റൻസി മാപ്പിംഗ്. അപ്പോൾ പ്രയോറിറ്റി ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 3 ആ പ്രയോറിറ്റി ബേസ് ആണ് ഞാനിവിടെ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 12 to 16 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, 12 to 16 ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിറ്റ് 2 ആണ് ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത്. ഇതാണ് പഠിക്കേണ്ട ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് യൂണിറ്റ് 3 അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, മാനേജ്മെൻറ്റുകാർക്കും കൊമേഴ്സുകാർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലും കണക്കുകൾ നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത് യൂണിറ്റ് 3 ഓക്കെ, യൂണിറ്റ് 3 നിന്നും നിങ്ങൾക്ക് ഏകദേശം 12 to 16 മാർക്സ് വരെ പ്രതീക്ഷിക്കാം. ഈ റേഷ്യോ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പോർഷനാണ്. എപ്പോഴും റേഷ്യോ അനാലിസിസിൽ നിന്നും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ കേസ്. ഓക്കെ, NPV, IRR എന്നുള്ള മേഖലയിൽ നിന്നും എന്തായാലും എല്ലാ വർഷവും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ലെവറേജസ്. എന്തായാലും ഒരു ലെവറേജ് എങ്കിലും ഒരു തവണ ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ലെവറേജ് എങ്കിലും ചോദിക്കാറുണ്ട്. അതേപോലെ റേഷ്യോ അനാലിസിസ് പോലെ തന്നെയാണ് ലെവറേജസ് നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്സ് തന്നെയാണ്. ഓക്കെ, ഏകദേശം 12 to 16 മാർക്സ് വരെ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന്, അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പോർഷൻസിനെ ബാക്കിയുള്ള യൂണിറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ച് പ്രോബ്ലം
പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈം കുറച്ചും കൂടെ പോകാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ അത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിൽ നിന്നൊരു 12 മാർക്സ് ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യന് എന്താണ് നിങ്ങൾക്ക് മിനിമം ഒരു പ്രോബ്ലമാറ്റിക് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് കൺസ്യൂം ചെയ്തേക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രയോറിറ്റി ഏരിയ വിച്ച് ഇസ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഓക്കെ, മാർക്കറ്റിംഗും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു 12 to 14 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിംഗ്, പൊസിഷനിങ്, ഇതിൽ നിന്നൊക്കെ ഈ ടോപ്പിക്സിൽ നിന്ന് എല്ലാ വർഷവും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ മോഡൽസ് വരുന്നുണ്ട്, കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് വരുന്നുണ്ട്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്തായാലും പഠിച്ചിരിക്കുക, എന്തായാലും അതിൽ നിന്നൊരു ചോദ്യം പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ നിന്ന് ഉണ്ടാവും. അതേപോലെ തന്നെ ബ്രാൻഡിങ് വരുന്നത്, പിന്നെ മാർക്കറ്റിംഗ് മിക്സ് 4 പീസ് 7 പീസ്. ചിലപ്പോൾ ഈ 4 പീസോ 7 പീസോ ഒക്കെ ചോദിച്ചാൽ അതിൽ നിന്ന് ഓഡ് വൺ ഔട്ട്, ഇല്ലാത്തൊരു പി അല്ലെങ്കിൽ ഇതിനകത്ത് ഉള്ളൊരു പി ഏതാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് റിസർച്ച് 12 to 14 മാർക്സ് വരെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആ ഒരു പ്രയോറിറ്റി ഓർഡറിലാണ് ഞാൻ പറയുന്നത്. ഒരു 10 ക്വസ്റ്റ്യൻസ് വരെ 10 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന SWOT അനാലിസിസ്, BCG മെട്രിക്സ്. SWOT അനാലിസിസ് എന്നൊക്കെ കഴിഞ്ഞ കൊല്ലവും അതിന് മുമ്പത്തെ കൊല്ലവും 2 സൈക്കിളിലും ചോദിച്ചിട്ടുള്ളതാണ് SWOT അനാലിസിസ്. അതേപോലെ പോർട്ടേഴ്സ് 5 ഫോഴ്സ് അനാലിസിസ്. നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയില്ലാത്ത, നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത കുറച്ച് ടെർമിനോളജീസ് ഒക്കെ വരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പോർഷനിലാണ്. ഓക്കെ, അപ്പോൾ SWOT നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, BCG എനിക്കറിയില്ല, ഇല്ല എങ്കിൽ നിങ്ങൾ പഠിക്കുക. പോർട്ടേഴ്സ് 5 ഫോഴ്സ് അനാലിസിസ്, അതേപോലെ വാല്യൂ ചെയിൻ അനാലിസിസ്, റിസോഴ്സ് ബേസ്ഡ് വ്യൂ, കോർ കോമ്പിറ്റൻസീസ്, അതേപോലെ തന്നെ സ്ട്രാറ്റജിക് കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, ഈ കോർ കോമ്പിറ്റൻസി എന്നൊക്കെ പറയുന്ന കുറേ മോഡൽസ് അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ള, നിങ്ങൾ തെറ്റിക്കാവുന്നത്, നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത ടെർമിനോളജീസ് ഉള്ള ഒരു യൂണിറ്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു 10 ക്വസ്റ്റ്യൻസ്, അതായത് 20 മാർക്കിന്റെ ചോദ്യം വരെ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 5 യൂണിറ്റ്സ്. യൂണിറ്റ് 1, അതായത് യൂണിറ്റ് 1 മാനേജ്മെന്റ് ആൻഡ് OB, യൂണിറ്റ് 2 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, യൂണിറ്റ് 3 അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, യൂണിറ്റ് 4 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, യൂണിറ്റ് 5 സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഏകദേശം 120 തൊട്ട് 200 മാർക്കിലാണ് നമ്മളുടെ സബ്ജക്ട് പേപ്പേഴ്സ് വരിക. അപ്പോൾ ആ 200 മാർക്കിൽ 120 തൊട്ട് 130 മാർക്ക് വരെ ആദ്യത്തെ 5 യൂണിറ്റ്സിൽ നിന്നായിരിക്കും, അതായത് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് ഫോക്കസ് ഏരിയാസ് ആണ്, നിങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. 200, 120 തൊട്ട് 130 മാർക്ക് വരെ ഇത്രയും ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 150 ഡേയുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മളുടെ കുറേ എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, PYQ അനാലിസിസ്, മോക്ക് എക്സാംസ്, മെൻറ്റർഷിപ്പ്, ഇതൊക്കെ CCയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് JRF ഹോൾഡേഴ്സും PhD ഹോൾഡേഴ്സും ആയിട്ടുള്ള ഫാക്കൽറ്റീസും മെൻറ്റേഴ്സുമാണ്. ഇവരുടെ ഒക്കെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് UGC നെറ്റ് ഡിസംബറിലെ JRF തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇനി അങ്ങോട്ടുള്ള ജേണിയിൽ CCയോടൊപ്പം നിങ്ങൾ പങ്കുചേരുക. നിങ്ങൾക്ക് എന്തായാലും JRF തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.